അവതരിപ്പിക്കുന്ന നാഷണൽ റോസ് ഗാർഡൻ ടൂറിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ 3 എപ്പിസോഡുകൾ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. കൂടാതെ ഇവരുടെ എല്ലാ എപ്പിസോഡും കാണുന്ന ശ്രോതാക്കൾക്ക് നാഷണൽ റോസ് ഗാർഡൻ ഓഫർ ചെയ്ത ഒരു സ്പെഷ്യൽ വിദേശ ഫ്രൂട്ട് പ്ലാന്റ് ഗീവ്അവേയായി കിട്ടുന്നതാണ്. അതിനുവേണ്ടി എല്ലാ സബ്സ്ക്രൈബേഴ്സും ഈ കാണുന്ന വീഡിയോക്ക് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. ആ ട്വീറ്റിൻ്റെ കളർ കണ്ടോ? അണ്ണാൻ നിന്നിട്ടിരിക്കുകയാണ് നല്ല റെഡായിട്ട്. ആ ട്വീറ്റ് ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഈ റെഡ് കളർ, റെഡ് ഷെയ്ഡിലേക്ക് വരുന്നത്, റെഡും ഗ്രീനും യെല്ലോവും കൂടി ആയിട്ടുള്ള ഷെയ്ഡിൽ. ആ ട്വീറ്റ് ഇത് കായ്ച്ച തൈ, ചെറിയ തൈയാണ്, ഒരു 6-7 ഫീറ്റ് ഹൈറ്റുള്ള തൈയാണ്. ഇത് കായ്ച്ചിരിക്കുകയാണ്. ഇത് വെയിലടിക്കുന്ന ഭാഗത്ത് കണ്ടോ കളർ റെഡായിരിക്കുന്നത്. ഇതൊക്കെ ആ ട്വീറ്റ് വലിയ മാവുകളാണ്. ഇതൊക്കെ 45,000 ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട്. എല്ലാം നല്ല രീതിയിൽ കായ്ച്ചിരിക്കുന്നുണ്ട്. 35 അല്ല, ഇത് 45. ഇത് ഡ്രമ്മിലുള്ളതിന് ഡ്രമ്മല്ലേന് 35,000. ഇതേതാ മാഡം മാങ്ങ? ഹാർമാനീസാ? ഹാർമാനീസ്. മധു. മധു, യെസ് മധു. ആട്ടുകുറ്റിയുടെ വലിയ തൈകളാണിത്. 45,000 ആണ് വരുന്നത്. ശരിക്കും മാങ്ങ ശരിക്കൊരു നമ്മുടെ ചെറിയ തേങ്ങയുടെ അത്ര തന്നെ വലുപ്പമുണ്ട്. 1.5 കിലോ വരുന്നുണ്ട്. 1.5 കിലോയുടെ അടുത്ത് തന്നെ മാങ്ങ വെയിറ്റ് വരുന്നുണ്ട്. ഫ്ലവർ ചെയ്തിരിക്കുന്നത്, ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്തിരിക്കുന്നത്. നോക്കി, ഇപ്പോൾ ഫ്ലവർ ചെയ്തല്ലേ കായ്. ഇത് 4 സീസൺ ലോങ്. ഇത് മൊത്തം അത് നമ്മൾ ബഡ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇത് ഒരു മദർ പ്ലാന്റ് ആണ്, ബഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതെന്നാണ് ബഡ് എടുത്തിട്ട് ചെയ്യുന്നത്. എല്ലാം ഫ്രൂട്ട് സ്റ്റേജ് എത്തിക്കണം, ഫ്ലവർ ചെയ്യുന്നുണ്ട്. മാഡം നേരത്തെ പറഞ്ഞല്ലോ, ഇത് 1 സൈഡ് ഫ്ലവർ കായ്ക്കും, അടുത്ത സൈഡ് വളർന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. ഇതൊക്കെയാണ് മാഡം നിങ്ങളുടെ 4 സീസൺ മദർ പ്ലാന്റ്സ്. ഇതിന് നമ്മൾ ബഡ് എടുത്ത് ചെയ്യുന്നു. ഇതാണ് ബഡ് എടുക്കുന്നത് അല്ലേ? എല്ലാ തൈകളും ഇവിടുന്ന് ബഡ് ചെയ്തിട്ടുണ്ടാകും. ഗ്രാഫ്റ്റിംഗ് അല്ല. തുടക്കത്തിൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നു, പിന്നെ നമ്മളെല്ലാം താഴെ മദർ പ്ലാന്റ് ആക്കിയിട്ട് അതിൽ നിന്ന് എടുത്തു. കേരളത്തില് നിങ്ങളാണ് ഇത് ഫസ്റ്റ് കൊണ്ടുവന്ന് ഫസ്റ്റ് കൊണ്ടുവന്ന. അതെ. ഇപ്പൊ പിന്നെ ഒരുപാട് വെറൈറ്റി ലോങ് ഉണ്ട്. ഇപ്പൊ ഉണ്ട് എല്ലാം. വളരെ പണ്ട് വൈറ്റ് ലോങ്ങൻ, ഞാൻ പറഞ്ഞില്ലേ 2000 നമ്മൾ പുറത്തു പോയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതില് വൈറ്റ് ലോങ്ങൻ ഉണ്ടായിരുന്നു. അത് മറ്റേ ഫാമിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മൾ ഒരുപാട് പേർക്ക് വൈറ്റ് ലോങ്ങൻ കൊടുത്തിട്ടുണ്ട്. അത് പക്ഷെ പിന്നീട് ആ മരം പോയി. എപ്പോഴും ബഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ പോയിട്ടുള്ളതാ. ഇതൊക്കെ എത്രയായി കൊണ്ടുവന്നിട്ട് ഈ ലോങ്ങണല്ലോ? ഇതൊരു 6-7 വർഷമായി. ഇതെല്ലാം മദർ പ്ലാന്റ്സ് ആണ്. ഇതില് കായ റൈസ് പൊട്ടിച്ചൊന്ന് കഴിച്ചു നോക്കി. അവിടെയൊക്കെ വലിയ വലിയ കായകളുണ്ട്. പൊട്ടിച്ച് കഴിച്ചു നോക്കി. എനിക്ക് തോന്നുന്നത് മൂത്തിട്ടുള്ള കായകളാണ്. ഇതാ അത്യാവശ്യം സൈസ് ഉണ്ട്, നല്ല സൈസ് ഉണ്ട്. കഴിച്ചു നോക്കാം. മൂപ്പ് പറ, ശരിക്കും മൂത്തിട്ടില്ല, എന്നാലും മധുരമുണ്ട്, ചെറിയ മധുരമുണ്ട്, ലൈറ്റ് മധുരമുണ്ട്. നല്ല അടിപൊളിയാണോ? അതെ, ജസ്റ്റ് വെച്ച് കൊടുത്താല് തന്നെ മതി, അത് കെയർ ഇല്ലാണ്ട് ഫ്രൂട്ട് ആവുന്നു. ചെറിയ ചെറിയ പ്ലാന്റുകൾ തന്നെ കായ്ച്ചിരിക്കുന്ന ഗോൾഡ് ആണോ? ചെറുപ്പത്തിലെ ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്, ഗ്രീൻ അല്ല. ഇത് മാംഗോസ്റ്റിൻ ബഡ് ചെയ്താണല്ലേ? സോറി, ഗ്രാഫ്റ്റഡ് മാംഗോസ്റ്റിൻ ആണ്. കവറിൽ ഇത് തന്നെ കായ്ച്ചിരിക്കുന്നത്, നല്ലപോലെ കായ പിടിച്ചിട്ടുണ്ട്. ഇത് സൈഡ് ബ്രാഞ്ച് ആണ് ചെയ്തിരിക്കുന്നത്, ടോപ്പ് ഷൂട്ട് അല്ല. അതുകൊണ്ട് തന്നെ ഇത് പടർന്നതുണ്ടാവും. അങ്ങനെ വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനത്തെ തൈകൾ യൂസ് ചെയ്യാം. സ്ഥലമില്ലാത്ത ഇത് ടോപ്പ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നേരെ ബോളിലേക്ക് കയറിപ്പോകും. അപ്പോൾ അങ്ങനെ ഇത് ഗ്രാഫ്റ്റ് ചെയ്തത് എടുക്കുമ്പോൾ നമുക്ക് നേരെ സ്ട്രെയിറ്റ് ഷൂട്ട് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം സൈഡായിരിക്കും കൂടുതൽ കിട്ടുന്നത്. അങ്ങനെ ചട്ടിയിലൊക്കെ വെച്ച് ബുഷാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സൈഡ് ഷൂട്ട് ടോപ്പ് ഷൂട്ട് വേണമെന്ന് നിർബന്ധമുള്ളവർ വിലയും മാറ്റം ഉണ്ടാവും.
ഏതാ ഇത് കിങ് ഓഫ് ചക്കാപത്തോ? കിങ്. കിങ് ഓഫ് ചക്കാപത്ത് നിന്ന് തിന്ന് മരിക്കും. ഇവിടെ നിലത്തൊക്കെ അത് കിടക്കുന്നു. ആർക്കെങ്കിലും മാങ്ങ വേണമെങ്കിൽ പറഞ്ഞോളൂ. നിലത്തൊക്കെ ദാ വീണ് കിടക്കാണ്. വീണ് കിടക്കുന്നു. ഒക്കെ കേടായി. മാങ്ങ വേണ്ടവർ മെസ്സേജ് അയക്കുക, ഞങ്ങൾ തിന്നിട്ട് റിപ്ലൈ തരുന്നതാണ്. ബനാന വെക്കുന്ന ബനാന ഇതാ നിറയെ വലിയ വലിയ ഡ്രമ്മിൽ വലിയ വലിയ മാവുകൾ വെച്ചിരിക്കുകയാണ്. അതെ, അതെല്ലാം കഴിച്ചിട്ടുണ്ട്. എല്ലാം കഴിച്ചിട്ടുണ്ട്. എല്ലാം വിൽപ്പനക്കുള്ള മാവുകളാണ്. 35, 40, 45 ഒക്കെ വലിയ മാവാട്ടോ. 45 പറയുമ്പോൾ ആകാശം മുട്ടിയുണ്ട്. ഓക്കെ, ഒരുപാട് കാലത്തെ പരിചരണവും പരിശ്രമങ്ങളൊക്കെ ആയിരിക്കും. ആവശ്യമുള്ളവർക്ക് വാങ്ങാം. ചെറിയ തൈകളും ഉണ്ട് ഇവിടെ. 250 രൂപ മുതൽ തൈകൾ. ഇത് ബഡ് ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു തൈകളാണ്. ഇതേതാ മാങ്ങ വീണു പോയത്? അമ്മ നോക്കിയേ, വീണെടുക്കും. എന്റെ അമ്മേ, ചക്കാപത്ത് പോലും അതിന്റെ അടുത്ത് വെച്ചിട്ട് ഒന്നുമല്ല. അത്രയും വലിയ മാങ്ങ കേട്ടോ. ഒരു കാലിന്റെ വലിപ്പുണ്ട് സാധനം. നല്ല ഹെവി ആയിട്ടതാ. അതത്ര വലുപ്പമില്ല. പക്ഷെ ഇത് അതാ അതിന്റെ ഉള്ളിലൊന്ന് വീണെടുക്കുന്നത്. ഉള്ളിലതാ ഭയങ്കര വലിയ. അത് മൂത്തിട്ടുണ്ടാവോ മാങ്ങയാണ്. ഓ, ഇത് ബ്രൂണിക്ക് അത്യാവശ്യം കായപിടുത്തം ഉണ്ടല്ലോ. ഡ്രമ്മിലിരിക്കുന്ന കായപിടുത്തം ഉണ്ടല്ലേ? അത്യാവശ്യം കായപിടുത്തം ഉണ്ട്. നല്ല പോലെ കായ പിടിച്ചിട്ടുണ്ട് അല്ലേ? മൂത്തത് വേണമെങ്കിൽ 2 എണ്ണം. കുറച്ച് ഒരു വലിയൊരു പോട്ടില്ലേ, നമ്മുടെ ഒരു ഇഷ്ടികയുടെ ഒരു കളറിലെ പോട്ട്, അതിലായിരുന്നു ഈ ഞങ്ങളുടെ മദർ പ്ലാന്റ് ഉണ്ടായിരുന്നത്. ബ്രൂണിക്കിന്റെ മദർ പ്ലാന്റ്. ഓക്കെ ഓക്കെ. പറയുന്നത് മഹാതീർ. അതെ അതെ അതെ. അതിന്റെ ഷേപ്പ് വേണ്ട. മഹാതീർ മാംഗോ. അതെ, പല നാട്ടിലും എനിക്ക് തോന്നുന്നു ഈ ഒരു മാംഗോ മൂത്തിട്ടുണ്ട് അല്ലേ? ഇത് ഈ കാണുന്ന മൂത്തിട്ടുണ്ട്. ഒന്ന് കയറി വെക്കണം. എല്ലാം പ്രേക്ഷകർക്ക് വേണ്ടി. വീണാലും ചിരിക്കരുത്. അപ്പുറത്താ ഇരുമ്പ് പോസ്റ്റിന് ചവിട്ട്. ഇതല്ല, അല്ല, അത് ബ്രൂണൈ കിങ്. ഇല്ല, കുഴപ്പമില്ല. അതിന്റെ ഞെട്ടൊടിഞ്ഞു പോയി. ഞാൻ മൂത്തുണ്ടാണ്ട് കൊണ്ടുപോയി നോക്കാം. ഇത് മൂത്തിട്ടില്ല അല്ലേ? അത്രയൊക്കെ വരും. 2.7 3 കിലോ വരെ വരും എന്നാ പറഞ്ഞേ. ഇത് 2 കിലോന്റെ അടുത്തുണ്ടാവും. മൂപ്പ് കുറവുണ്ട്. നമുക്ക് എന്തായാലും കൊണ്ടുപോയി നോക്കാം. മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം മാടക്കത്തറയുള്ള അടുത്ത യൂണിറ്റ് ആണ് ഇവിടെ. ഒത്തിരി ഫ്ലവർ പ്ലാന്റ്സും അലങ്കാര ചെടികളും പഴച്ചെടികളും മദർ പ്ലാന്റ്സ് ഒക്കെ ഉള്ള അടുത്തൊരു യൂണിറ്റാണ്. ഇവിടെ മട്ടവയൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട്. മാഡം, അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്ലാന്റ്സ് വെച്ചിരിക്കുന്ന ഭാഗത്താണ് മാടക്കത്തറ എത്തിയിരിക്കുന്നത്. ഇതും നേരത്തെ പറഞ്ഞ മാതിരി നന്നായി നനയ്ക്കുന്ന ഒരു സ്ഥലത്താണ് നെല്ലിക്ക നന്നായിട്ട് ഉണ്ടാവുന്ന കാഴ്ച കിടക്കുന്നുണ്ട്. ഇത് പേരറിയാത്തൊരു വെറൈറ്റി മാങ്ങയാണ്. പണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നെങ്ങാണ്ട് കിട്ടിയെന്നാ പറയുന്നത്. യൂണിവേഴ്സിറ്റിന്ന് ക്രോസ് ചെയ്തിട്ടുള്ള കുറച്ച് വെറൈറ്റികൾ കൊണ്ടുവന്നതില് ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇത് ഗ്രീനാ, മട്ടോവ ഗ്രീൻ. അതായത് പർപ്പിളിനേക്കാളും സ്വീറ്റ്നെസ്. പർപ്പിളിനേക്കാളും സ്വീറ്റ് ഇതുണ്ടല്ലേ? അത് ഇവിടെ ഉണ്ട് സന്ദീപേ. കഴിച്ചു നോക്കിയേ. ഇവിടെ അറിയില്ല. മട്ടോവ. ഇതാ ദുരിയാന്റെ മിഠായി അന്ന് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നില്ലേ? അതിന്റെ ഒരു അല്ലേ? അല്ലേ? ദുരിയാൻ വരുന്നില്ല. ദുരിയാന്റെ മിഠായി ഒന്ന് ആ മിഠായി കറക്റ്റ് ഇപ്പോഴാണ് പറഞ്ഞപ്പോഴാണ് ഓർമ്മ. ദുരിയാന്റെ ഒരു മിഠായി കാൻഡി. എല്ലാരും പ്രശ്നം എന്താ വെച്ചാല് കുത്തനെ പോകുന്നുള്ള ഒരു പരാതിയാണ് ഇതിന്. ഞാൻ കണ്ടതൊക്കെ അങ്ങനെയാണ്. ഇത്ര ബ്രാഞ്ചസ് ആയിട്ട് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇത് ഇല്ലേ, ആ ഒരു കാൻഡിയുടെ ടേസ്റ്റ് വരുന്നില്ല. നമ്മള് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ബ്രാഞ്ചസ് വന്നത്. ശരിക്കും ഇത് സീഡാണല്ലോ.
അപ്പൊ സീഡ്ലിംഗ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടേ പോവുള്ളൂ. അതെ. അത് അത്രയും ഹൈറ്റിൽ നമ്മൾ ഇന്തോനേഷ്യയിലൊക്കെ ഈ മട്ടോവയുടെ അതിന്റെ മരം ഫർണിച്ചറിന് വേണ്ടി എടുക്കുന്നു. അതെ. അതിനൊരു പർപ്പസ് കൂടി ഈ മട്ടോവയ്ക്ക് ഉണ്ട്. സ്ഥലമുള്ളവർക്ക് മട്ടോവ വെക്കാം, ഈ ബോർഡറിലൊക്കെ വെച്ചാൽ നേരെ അങ്ങ് പോയിക്കോളും. നേരെ പോയിക്കോളും. പിന്നെ നമുക്കത് ഫ്രൂട്ട് പൊട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളത് ബ്രാഞ്ച് കട്ട് ചെയ്താൽ ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചസിൽ അപ്പൊ സ്ഥലം വേണ്ടി വരും. സംഭവം ഇത് റംബുട്ടാന്റെ ടേസ്റ്റേ അല്ല കേട്ടോ. റംബുട്ടാൻ ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റ്. എനിക്ക് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ദുരിയാന്റെ ഒരു മിഠായി ഉണ്ട്, ഒരു ക്യാൻഡി, സോഫ്റ്റ് ക്യാൻഡി. സെയിം എക്സാക്ട് ടേസ്റ്റാണ് എനിക്ക് കിട്ടുന്നത്. അതിന്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആഡ് ചെയ്യാം. രസമുണ്ട് സാധനം. ഒത്തിരി കഴിച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കാനുള്ള ഈ വെറൈറ്റി. വേറെ കാര്യമുണ്ടേ, ഇത് മലേഷ്യയിലും അവരുടെ വീഡിയോസിലൊക്കെ ദുരിയാൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു ഈ വെറൈറ്റിക്ക്, ഐ മീൻ മട്ടോവക്ക്. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ഒലാസാപ്പോ ആയിരിക്കും അല്ലേ? ഒലാസാപ്പോ ലെയർ ചെയ്ത പ്ലാന്റുകൾ ഇവിടെ ഒരു എഗ് ഫ്രൂട്ടിന്റെ ഒരു ടേസ്റ്റാ. എഗ് ഫ്രൂട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് വരുന്നുണ്ട് എപ്പോഴും. 4 വർഷത്തിന്റെ ഉള്ളിൽ ഫ്രൂട്ട് വരും. ചെറുതിലേ ഉണ്ടായി നിൽക്കുന്ന മുട്ടപ്പഴത്തിന്റെ ഒരു രുചി. തന്നെ പഴുത്ത് വീണാലാണ് അതിന് കറയില്ലാതെ കിട്ടുള്ളൂ. നമ്മള് പൊട്ടിച്ചെടുത്താൽ ചിലപ്പോ അതിനൊരു കറയുടെ ഇതുണ്ട്. ഇത് ഒലോസോപ്പ ശരിക്കും താഴേക്ക് വീണ് അതൊരു ഓറഞ്ചിഷ് കളറായിട്ട് താഴേക്ക് വരുമ്പോ കറയുണ്ടാവില്ല. എന്നാലും മുട്ടപ്പഴത്തിന്റെ ഒരു രുചിയാണ്. ഒരു വെറൈറ്റി ഫ്രൂട്ട് കളക്ഷൻസ് വെക്കുന്നവരാണല്ലോ സ്വാഭാവികമായിട്ടും. 1-2 പഴങ്ങൾ വെക്കുന്നവരൊന്നും പഴങ്ങൾ എന്തായാലും വെക്കില്ല. എന്തായാലും കളക്ഷൻസ് ആണ് ഇതൊക്കെ. നമുക്ക് അടുത്ത ഇതൊരു വിയറ്റ്നാം മേളിലാന്ന് തോന്നുന്നു ഇവിടെ കാഴ്ച എടുക്കുന്നത്. നേരെ ബാക്കിൽ തന്നെ വിയറ്റ്നാം മേളിൽ പ്രത്യേകിച്ച് പരിചരണം ഒന്നും ഇല്ലെങ്കിൽ തന്നെ കായ്ക്കും. ഇവിടെ കാണാൻ റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് ഇതല്ലേ, അതിന്റെ മദർ പ്ലാന്റ് ആണ്. കായ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോഴാണ് കൂടുതലിത് പൂത്ത് കാണാറ്. നിറയെ മദർ പ്ലാന്റ്സും കൂടാതെ വിൽപ്പനക്കുള്ള തൈകൾ ഇതാണ്. ഇത് നമ്മളുടെ ഓസ്ട്രേലിയൻ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ആണ്. സ്വീറ്റ് വെറൈറ്റി, സ്വീറ്റ് ആണ്, വലുതുമാണ് അല്ലേ? അതേ താഴെ വീണ് കിടക്കുന്നുണ്ട്, ആർക്കും വേണ്ട. അത്രയും വലുപ്പം ഉണ്ടാവും. അതവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ലൈവായിട്ട് തന്നെ. ഇതിപ്പോൾ എന്തായാലും ഒരു 300+ ഗ്രാംസ് എന്തായാലും ഉണ്ടാവും. ഒരു 350 ഒക്കെ വരും. വലിയ സ്റ്റാർ ഫ്രൂട്ട്. ഇത് സ്വീറ്റാ, താഴെ വീണോ? നോർമൽ സ്റ്റാർ ഫ്രൂട്ട് സ്വീറ്റ് ആണെന്നാ പറഞ്ഞത്. ഇത് സ്വീറ്റ്. ഇത് പണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാ. ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന തൈയാണ് ഇത് അല്ലേ? അതെ അതെ. നമുക്ക് അടിച്ചു നോക്കാം. നന്നായിട്ട് പഴുത്തു പോയി. ഇത് നോട്ടെ. പുളി വളരെ കുറവാട്ടത്തിന്. പുളി ഫീൽ ചെയ്യുന്നുണ്ടോ? എവിടെ ഒരു പാഷൻ ഫ്രൂട്ട് കിട്ടുന്നുണ്ടോ? ചെറിയൊരു കറുണ്ട്, പക്ഷെ എവിടെ ഒരു പാഷൻ ഫ്രൂട്ട് വരുന്നുണ്ടോ? പാഷൻ ഫ്രൂട്ടോ മാംഗോയോ? ഇല്ല, ഒരു മാംഗോ ടേസ്റ്റ് വരുന്നുണ്ട് ഇതിന്. തൊലി ഒഴിവാക്കുമ്പോ കയ്പ് പോകുന്നുണ്ടോ? ഐ മീൻ ചെറിയൊരു ചാർപ്പ് ഇല്ലേ? ഇത് തൊലി ഒഴിവാക്കിയിട്ടാണ് കഴിക്കുന്നത് കാണുന്നത്. ഒരു ഫ്രൂട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ കഴിക്കണം എന്ന് കൂടെ നമ്മൾ പഠിക്കണം. വേറെ കാര്യം, വിദേശിയല്ലേ, നമുക്ക് അറിഞ്ഞൂടല്ലോ. പുളി തീരെയില്ല. ഒരു മാംഗോന്റെയും പാഷൻ ഫ്രൂട്ടിന്റെ ഒക്കെ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പാഷൻ ഫ്രൂട്ട് അല്ലേ? ഓക്കെ, അപ്രൂവ് ചെയ്തു. അപ്പം രണ്ടും കൂടെ മിക്സാ. ശരിക്കും ഞാൻ കഴിക്കുന്നേക്കാളും നല്ല ഇതിന്റെ ജ്യൂസ് എടുത്തിട്ട് ഓരോ ഫ്രൂട്ടും ഓരോ രീതിയിൽ എല്ലാം കഴിക്കണം എന്നല്ലോ. പഴുപ്പെടുക്കാം, നല്ല സൈസ് ഉണ്ട്, രസമുണ്ട്, ജ്യൂസിയാണ്, വാട്ടറിയാണ്. എന്തായാലും പുളി ഉണ്ടെങ്കിൽ എന്തായാലും ഇത്ര കഴിക്കൂല. കുറച്ച് ചെറിയ ചാർപ്പ്, സ്കിന്ന് ചെത്തി കളഞ്ഞാൽ മിക്കവാറും ചാർപ്പ് പോകും. ചെറുതായിട്ടാണ്, ചെറിയൊരു ഹിന്റ് ഓഫ് ചാർപ്പ്. ബാക്കിയൊക്കെ അടിപൊളി. മൊത്തം ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങിൻ്റെ കേന്ദ്രമാണ്. ഇതേതാണ് ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു പ്ലാവ് കാണുന്നത്.
ഇത് മലേഷ്യൻ ഡ്വാർഫ്. മലേഷ്യൻ ഡോർഫ് അല്ലേ? ആ, ഇത് നമ്മൾ ബഡ് എടുക്കാൻ വേണ്ടിട്ട് അടുപ്പിച്ച് നട്ടിരിക്കുക. കണ്ട, ബഡ് എടുക്കാൻ ബഡ് എടുക്കാൻ പ്ലാന്റ് പ്രൊപ്പഗേഷന് വേണ്ടി ആ. ചെയ്താണ്. ഇങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാറ് ഇതിപ്പോ ഒരു രണ്ടടി ഗ്യാപ്പിലൊക്കെയാണ്. ഇത് ബഡ് എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ നടാവൂ. എങ്കിലും കായ്ക്കും അല്ലേ? എന്നാലും കായ്ക്കും. ലാഭമായതുകൊണ്ട് ഒരു മാനേജ് ചെയ്ത് പോയി കഴിച്ചോളും. അടുത്ത ആർട്ടുവീറ്റിന്റെ മലേഷ്യൻ ഡോഫ് എന്ന് പറയണ ആർട്ടുവീറ്റ് നമ്മുടെ നാട്ടില് ഇത് കുറച്ച് നേരത്തെ ചക്ക വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു തന്നെ. ഇതുമെന്നുള്ള ചക്ക നേരത്തെ, അതായത് വളർച്ച കുറവായിരിക്കും അല്ലേ? നമുക്ക് ബഡ് എടുക്കേണ്ട പർപ്പസ് ആണ്. അത് വെട്ടി വളരെ അടുത്താണ് നിൽക്കുന്നത്. അതായത് അടുപ്പിച്ചടുപ്പിച്ച് നട്ടിരിക്കുക. ഒരു ഹെഡ്ജ് വാൾ പോലെ ചെയ്തേക്കുന്നു. ഇത് നമ്മുടെ ഇവിടെ എല്ലാ പ്ലാവുകളും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. ഉള്ള സ്ഥലത്ത് മാക്സിമം ആർട്ടിവിറ്റു തെറ്റില്ലാത്ത കായപിടുത്തം ഇവിടെ കാണുന്നുണ്ട്. മണ്ണിൽ വെച്ചാൽ നല്ല റിസൾട്ട് ആണല്ലേ? അപ്പോൾ നമുക്കൊക്കെ പ്രതീക്ഷ ഉണ്ട്. നമ്മളൊക്കെ മൂത്തിട്ടില്ല. ആർട്ടിവിറ്റിന്റെ ലെവലിൽ കണ്ണിമാങ്ങയാണ്. ഇതാണ് സപ്പോർട്ടേ. ഇത് ബനാന സപ്പോർട്ട അല്ലേ? മറ്റേ ലോങ് ആയിട്ട് അതിന്റെ മദർ പ്ലാന്റ് ആക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇപ്പൊ ഇത് ഇതിമെന്നായിരിക്കും ഇനി പ്രൊപ്പഗേഷൻ ചെയ്യാ അല്ലേ? ഫ്രൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. ശരി, ഓക്കെ. ഫ്രൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ്. അപ്പം താഴേന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്ലാന്റ് വെച്ചിരിക്കും. മണ്ണി വെച്ച എന്തായാലും ഒരു വളർച്ചയിലേക്ക് പോവല്ലോ. ടെന്നീസ് ബോൾ ചെറിയ അല്ലേ? നിറച്ച് കായ്ച്ചിരിക്കുന്നു. കായുള്ളത് വേറെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ നടന്ന് ഞങ്ങൾ ഊപ്പാട് ഇളകിണ്ട്. എന്നാലും വേണ്ടില്ല, എന്തായാലും ഇതിനായിട്ട് വന്നാണ്. ഇത് നമ്മുടെ സുരിനാം ബ്ലാക്ക് അല്ലേ? സുരിനാം ബ്ലാക്ക് അങ്ങനെയുണ്ട്. സുരിനാമിന് ഒരു സിട്രസ് നേച്ചർ ഉണ്ട്. പ്ലസ് നമ്മുടെ എന്താ പറയാ, എന്തോ ഒരു തക്കാളിയുടെ ഒരു ഫ്ലേവറും രസമുണ്ട് കാണാം. ഭംഗിയുണ്ട്. പല കളറും ഒരു പ്ലാന്റിൽ വരുമ്പോഴുള്ള ഒരു ഭംഗി. ജ്യൂസ് അടിക്കാനൊക്കെ ഭംഗിയാവും. ചെറിയൊരു എവിടെ ഒരു കഴിച്ചു മറന്ന തക്കാളി എന്ന് പറയാൻ പറ്റുമോ? എവിടെ കഴിച്ചു മറന്നൊരു പഴത്തിന്റെ എന്താ സാധനം മനസ്സിലാവില്ല. എവിടെ ഒരു ഇല്ലേ, ചൈൽഡ്ഹുഡ് മെമ്മറി മാറ്റൊരു സാധനം. അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ്. പ്ലമിന്റെ മദർ പ്ലാന്റ്, വലിയ മദർ പ്ലാന്റ് ആണ്. ഇതിന് മഴക്കാലത്താണിത്. വാട്ടർ പോളിനേഷനും ഇതൊക്കെ മഴക്കാലം. ചാമ്പയൊക്കെ ഇവിടെ വീണ് കിടക്കാണ്. ചക്ക, ചാമ്പ, ഇതൊക്കെ ഏതോ വെറൈറ്റി മാമ്പഴാണ്. വിയറ്റ്നാം മെർലിന്റെ ആണോ? അല്ല. സൂപ്പർ ഓറഞ്ച് ഇന്തോനേഷ്യയുടെ അവരുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റിയാണ് സൂപ്പർ ഓറഞ്ച്. ഇത് പഴച്ചക്കയും അല്ല വരിക്കച്ചക്കയും അല്ല, അതിന്റെ ഇടയിലുള്ള ഒരു മിക്സ്. കുഴ വരിക്ക, അതായത് ചെമ്പടക്ക് എന്നൊക്കെ പറയണ അങ്ങനെ പൊളിച്ചെടുത്ത് ഭയങ്കര ഡാർക്ക് ഓറഞ്ചില് അതിമധുരം വരും. സന്ദീപ് ഇത് മൂത്തുണ്ടാവോ? പഴുത്ത് നല്ല മണം വരില്ലേ പഴുത്ത? അങ്ങനെ വരും. ഇത് ഭയങ്കര മധുര. ഇന്ന് ഇവിടുത്തെ മൊത്തം സാധനം ഞങ്ങൾ വണ്ടിക്ക് കൊണ്ടുപോകാൻ. അത് നമുക്ക് നോക്കി ചെയ്യാം. എന്താ പറയുക, ഇതൊക്കെ ഈ പുതിയ വെറൈറ്റികളാണ്. അപ്പൊ ഇതിന്റെ മൂപ്പും കാര്യമൊക്കെ ഇങ്ങനെ നമ്മളെ അല്ലെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം. ഇതാണ് ബാലി നല്ല സൈസ് വരുന്നുണ്ട് അല്ലേ? ലെയർ ചെയ്യാറ്. പക്ഷെ ഈ ചാമ്പയിലൊക്കെ നമ്മള് ശ്രദ്ധിക്കാത്തത് കൊണ്ട് നന്നായിട്ട് നിറയെ വാട്ടറാണ് അല്ലേ? ഭയങ്കര വാട്ടർ കണ്ടന്റ്. ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ മിൽക്ക് ഫ്രൂട്ട്, വെരിഗേറ്റഡ് മിൽക്ക് ഫ്രൂട്ട് ആദ്യമായിട്ടാ കാണുന്നത്. സന്ദീപേട്ടൻ മാടക്കത്തറയിലെ സൂപ്പർ ഇൻചാർജാണ്. അവ നട്ടുച്ചയാണ്, നല്ല വെയിലാണ്. ഇവരും നാട്ടിലുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാ വെറൈറ്റി അതും
കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ബാലിയ, ഇത് ബാലി, ഇത് ബാലി, ഇത് ഉമ്മർ. ഉമ്മർ അവിടെ കിടക്കുന്നു. ഇത് മുഴുവൻ കൊഴിഞ്ഞു പോയിട്ടുണ്ടോ, നമ്മളത് ശ്രദ്ധിക്കണില്ല. ഫസ്റ്റ് ഫ്രൂട്ട്. ഓക്കെ ഓക്കെ, നിറയെ ഫസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ കഴിക്കും, പിന്നെ ഇങ്ങനെ തൈ ഉണ്ടാക്കി പോവാന്നല്ലേ. അത്രേ ഉള്ളൂ. കാണുന്നത് റെഡ് ജാക്ക്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ആണോ അതോ തായ്ലാൻഡിന്റെ റെഡ് ജാക്ക് ആണ്. റെഡ് ജാക്ക് ഇത് സ്റ്റാർട്ടിങ്ങിലാണ് ഇത് സ്വീറ്റ്. പഴുപ്പ് കൂടുന്തോറും അതിന്റെ സ്വീറ്റ്നെസ് കുറയും. സ്റ്റാർട്ടിങ്ങില് ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കായുണ്ട്. പിന്നെ ഒരു 8-10 കായൊക്കെ കായ്ച്ചു കിടക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് സമയം എടുക്കണ്ടാവും കായ്ക്കാനല്ലേ? ഇത് 3-4 വർഷമൊക്കെ എടുക്കണം. അത് പണ്ടത്തെ ഒരു പഴയ, അത് ആരും പല വെറൈറ്റികളാണ്. അതും അത്യാവശ്യം നന്നായിട്ട് കായ്ച്ചു കിടക്കുന്നത്. മിൽക്ക് ഫ്രൂട്ടിന്റെ വലിയ തയ്യതാ. ഇതാണ് ഹിമയുദ്ദീൻ നീലം. ഹിമയുദ്ദീനിന്റെ നീലം H×K അല്ലേ? അല്ല H×N. സാധനം ഇത് യൂണിവേഴ്സിറ്റി, നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ക്ലോസ് ചെയ്ത യൂണിവേഴ്സിറ്റിയുടെ മാവാണ്. ഇവിടെ ഇഷ്ടംപോലെ കാഴ്ച കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ നീലം കാലാപ്പാടിക്കണ്ട. അത്യാവശ്യം കായപിടുത്തൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കായപിടുത്തുണ്ട്, കാണാൻ നല്ല ഭംഗി. ഇത് അടുത്ത ക്രോസ് ആണ്, പ്രിയൂർ ടു കാലാപ്പാടി. എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റികളാണ്. കാലാപ്പാടിയുടെ ചുണ്ടും പ്രിയൂരിന്റെ ലുക്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി. ഇതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ പഴയ എന്താ പറയുക, ട്രയലിലുള്ള തൈകളൊക്കെ ഇവർ ഇവിടെ വെച്ചതാണ്. ഒക്കെ ഹിമയുദ്ദീൻ നീലം, അതെ അതാണ് ഹിമയുദ്ദീൻ നീലം. അങ്ങനെയുള്ള കുറേ മദർ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ശതമംഗള കവുങ്ങുകൾ അല്ലേ? ശതമംഗള ഏറ്റവും പുതിയതാ. സുഖമില്ലാണ്ട് ഉണ്ടാവുന്ന, പെട്ടെന്ന് ധാരാളം ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ശതമംഗള. അതായത് അസുഖമില്ല. ഇന്റർസിമംഗളൊക്കെ ഇപ്പോഴും ഫംഗൽ ഉണ്ട്. ഇത് അങ്ങനത്തെ ഡിസീസ് വരില്ല, ഇഷ്ടം പോലെ നന്നായിട്ട് അതിന്റെ ഫ്രൂട്ട് ഉണ്ടാവും. ഇത് യൂണിവേഴ്സിറ്റിയുടെ സുവർണരേഖയാണ് ഈ മാവ്. ആവറേജ് കായപിടുത്തമാണ് ഈ വർഷം. ഇത് എല്ലാ വർഷവും നന്നായിട്ട് കായ്ക്കുന്നതാണോ? കായ്ക്കണം. ഇപ്പം ഈ വർഷം പിന്നെ പൊതുവെ ഒരു ക്ഷീണം എല്ലായിടത്തും ഉണ്ട്. സുവർണരേഖ യൂണിവേഴ്സിറ്റിന്നുള്ള ഇതിന്റെ സുവർണരേഖ. യൂണിവേഴ്സിറ്റിയുള്ള സുവർണരേഖ. കളറ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം പൊക്കത്തിലാണ്, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. തൈകളാണല്ലേ. പിങ് പോങ്, വൈറ്റ്, അവിടെ ദുരിയാനൊക്കെ അവിടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടാവും. ഒക്കെ ലെയർ അപ്രോച്ച് ഗ്രാഫ്റ്റ് ആണ് കൂടുതൽ ദുരിയാൻ കാണുന്നത്. ഇതേതാണെന്നറിയില്ല വെറൈറ്റി അറിയാത്ത മാവാണ്. ഈ പണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവിടെ നിന്നൊക്കെ ട്രയൽ വെച്ചിട്ട് കൊണ്ടുവരുന്നതാണ്. എല്ലാം നിറയെ കായ പിടിച്ചിട്ടുണ്ട്. എന്തായാലും പഞ്ചായ കായ പിടിച്ച വെറൈറ്റിയാണ്.